ഇടുക്കി പാമ്പനാറിൽ നിർമ്മാണത്തിലിരുന്ന 5 നില കെട്ടിടം തകർന്നു വീണു. അപകട സമയത്ത് കെട്ടിടത്തിൽ തൊഴിലാളികളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവാക്കി. സാധാരണ ഇവിടെ നിർമ്മിക്കുന്ന തരത്തിലുള്ള വിധത്തിലുള്ള പ്രദേശങ്ങളിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ ഈ അപകടം അത് ഈ നിർമ്മാണത്തിലെ അപാകത തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയും. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അതിന്റെ തീവ്രത, അതിന്റെ ഭീകരത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആ ദൃശ്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം ആ കെട്ടിടം ആ റോഡ് സൈഡിനോട് ചേർന്നുള്ള ഒരു കെട്ടിടമായിരുന്നു. ആ മണ്ണൊക്കെ എടുത്തിട്ടിരിക്കും, നമുക്കത് കാണുകയും ചെയ്യാം. അതിനോട് ചേർന്ന് ആ തൊട്ട് താഴെ മറ്റ് കെട്ടിടങ്ങളുണ്ട്. ആ ഒരു വീട് അത്ഭുതകരമായി ആ വീട്ടിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ വീടിന് അകത്തേക്ക് ഈ അവശിഷ്ടങ്ങൾ വന്ന് പതിച്ചില്ല എന്നുള്ളത് അത്ഭുതകരമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. അത്രത്തോളം വലിയൊരു അപകടം ഒഴിവായി പോയി എന്ന് വേണം പറയാൻ. കാരണം അതിന് തൊട്ട് ചേർന്ന് മറ്റ് കെട്ടിടങ്ങളുണ്ട്. അതിനോട് ഇരുവശങ്ങളിലും ആ കെട്ടിടങ്ങൾ ഉള്ളതാണ്. ഒരു വീട്, അത് ആ പച്ച നിറത്തിലുള്ള വീട് കാണുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നതാണ്, ആളുകൾ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന വീടാണ്. അതിന് തൊട്ട് ചേർന്ന് കാണുന്ന വേറൊരു ഫർണിച്ചർ ഷോപ്പാണെന്ന് മനസ്സിലാക്കുന്നു. ആ കെട്ടിടത്തിനോട് ചേർന്നും നിരവധി ആളുകൾ താമസിക്കുന്ന മുറികൾ ഉൾപ്പെടെയുണ്ട്. അതിന്റെ സൈഡ് ഭാഗം ഉൾപ്പെടെ ഇടിഞ്ഞും വലിയ തരത്തിൽ ആശങ്ക ഉണ്ടാക്കുന്ന വിധത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ കെട്ടിടത്തിനുള്ളിൽ ആളുണ്ടായിരുന്നില്ല എന്നത് മാത്രമാണ് ആശ്വാസകരം. പക്ഷേ അതിന് തൊട്ട് ചേർന്നുണ്ടായിരുന്ന വീടുകൾക്കും അതുപോലെ തന്നെ കെട്ടിടങ്ങൾക്കും സ്വാഭാവികമായിട്ടും ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് നമുക്ക് ഈ കാണുമ്പോൾ മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ളൊരു അപകടം. 5 നില കെട്ടിടമാണ്. അത് താഴെ നിന്ന് ഫില്ലറിൽ കെട്ടി ഉയർത്തി റോഡ് ലെവലിൽ 3 നിലയുണ്ടായിരുന്നു. റോഡ് ലെവലിൽ നിന്ന് വീണ്ടും 2 നില കൂടി മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ നിർമ്മാണത്തിലുണ്ടായ അപാകത തന്നെയായിരിക്കാം അപകടത്തിന് കാരണമെന്ന് നിസ്സംശയം പറയാനും കഴിയും. ഇതിന് റോഡ് സൈഡിലോട് ചേർന്നുള്ള പ്രദേശമുണ്ട്. റോഡും ഈ കെട്ടിടവും തമ്മിൽ ഏകദേശം 10 മീറ്ററിനടുത്ത് അകലമുണ്ടായിരുന്നു. അതിന് ഇടയിൽ ഒരു ഗർത്തം പോലെ ഉണ്ടായിരുന്നു. അവിടെ കഴിഞ്ഞ ദിവസമാണ് മണ്ണിട്ട് ഫില്ല് ചെയ്ത് അത് ലെവലാക്കുകയും ചെയ്ത് റോഡ് ലെവലിൽ തന്നെ ആക്കുകയും ചെയ്തത്. എന്നാൽ ആ മണ്ണിലേക്ക് വെള്ളം ഇറങ്ങി ഇത് തള്ളിപ്പോയതാണ് എന്നുള്ളൊരു വാദമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് പരിശോധിക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്.